ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെക്കേഷനൊക്കെ അല്ലേ, ഇന്ന് നമുക്ക് കുറച്ച് മന്തി ഉണ്ടാക്കിയാലോ? അപ്പം മന്തിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ. പെരി പെരി ചിക്കനെന്നോ എന്ത് വേണേ ഈ ഒരു ചിക്കന് പറയാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വറ്റൽമുളക് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15ഓളം കേട്ടോ. എരിവിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വറ്റൽമുളക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നല്ലോണം അടിച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്കുള്ള റൈസ് അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതാ ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാക്കി എടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ചെറിയ ജീരകം, കുരുമുളകിൻ്റെ മണി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വലിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. പിന്നെ 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഉണ്ടായിരുന്ന ആ മസാല അല്ലേ, അത് വെള്ളം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയേ വേണ്ട കേട്ടോ. അത് ഓൾറെഡി സെറ്റായി വെന്ത് അങ്ങനെ അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു സോസ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസും കുറച്ച് വിനാഗിരിയും പിന്നെ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയ മിക്സ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയി വരും. അങ്ങനെ അതാ നമ്മളെ വെന്തിട്ടുള്ള ചോറൊക്കെ ഇതാ ഞാൻ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു. പിന്നെ ചിരട്ട കത്തിച്ചിട്ട് കുറച്ച് കണലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വെക്കേഷനൊക്കെ ആയി കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും